വിശദമായി നോക്കാം. ഹൃദയ ശസ്ത്രക്രിയ ഉപകരണ വിതരണക്കാർക്കുള്ള കുടിശ്ശിക നൽകും. കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് ധനവകുപ്പ് അനുവദിച്ച 250 കോടി രൂപയിൽ നിന്നാണ് വിതരണക്കാർക്ക് പണം നൽകുക. കാസ്പ് പദ്ധതിക്കായി 4618 കോടി രൂപയാണ് രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ ചെലവാക്കിയത്. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുകയാണ്. ഷിജോ, ഈ പ്രതിസന്ധിക്ക് പിന്നാലെ പണം ലഭിക്കാത്തതിന് പിന്നാലെ വിതരണക്കാർ ഈ ഉപകരണങ്ങളൊക്കെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് അടക്കം കടന്നിരുന്നു. അത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം എന്നോണം കാരുണ്യ ഫണ്ടിൽ നിന്ന് തുക നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യ ഗഡുവായി എത്രയായിരിക്കും അനുവദിക്കുക? ദിവ്യ, കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടിയാണ് നിലവിൽ ധനവകുപ്പ് ആരോഗ്യ വകുപ്പിന് വേണ്ടി 250 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. ഈ 250 കോടി രൂപയിൽ നിന്ന് നിലവിൽ സംസ്ഥാനത്തെ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർക്ക് നൽകാനുള്ള 159 കോടി രൂപയും കൊടുക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് 18 മാസം മുതൽ 21 മാസം വരെ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ സ്റ്റെന്റ് അടക്കമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്ത വിതരണക്കാർക്ക് നൽകാനുള്ള തുക 159 കോടി രൂപയാണ്. നിലവിൽ ധനവകുപ്പ് 250 കോടി അനുവദിച്ചതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ തുക കൊടുത്തു തീർക്കാനുള്ള ആലോചന ആരോഗ്യവകുപ്പിൽ നടക്കുന്നുണ്ട്. ഉടൻ തന്നെ ഈ തുക റിലീസ് ചെയ്യും. അതായത് ധനവകുപ്പിൽ നിന്ന്, ട്രഷറിയിൽ നിന്ന് ആരോഗ്യവകുപ്പിന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം വരുന്ന മുറയ്ക്ക് പൂർണ്ണമായിട്ടും മുഴുവൻ തുകയും വിതരണക്കാർക്ക് കൊടുക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി രണ്ടാം പിണറായി സർക്കാർ 4618 കോടി രൂപ ഇതുവരെ ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ഓഫീസ് അറിയിക്കുന്നത്. അതിന്റെ കൂടെയാണ് ഇപ്പോൾ 250 കോടി രൂപ കൂടി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി ധനവകുപ്പ് ആരോഗ്യ വകുപ്പിന് വേണ്ടി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി അടക്കം ഈ വിതരണക്കാർ എത്തിക്കുന്ന ഉപകരണങ്ങൾ സർക്കാർ വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സൗജന്യ ചികിത്സ മുടങ്ങാൻ പാടില്ല, അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഉപകരണങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ സൗജന്യ ചികിത്സയും മുടങ്ങാൻ പാടില്ല, മറ്റുള്ള ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ഒരു തരത്തിലും ഉപകരണമില്ലാതെ മടങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ധനവകുപ്പ് കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി 250 കോടി മാറ്റിവെച്ചിരിക്കുന്നത്. ആ തുകയിൽ നിന്നായിരിക്കും നിലവിൽ വിതരണക്കാർക്ക് ഈ തുക നൽകുക. ഈ തുക ആരോഗ്യ വകുപ്പിന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന മുറയ്ക്ക് തന്നെ ഈ രീതിയിൽ കാരുണ്യ ഫണ്ടിൽ നിന്ന് വിതരണക്കാർക്ക് പണം നൽകുമ്പോൾ അതിന് ഈ കാരുണ്യ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കുമോ? ദിവ്യ, നിലവിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം ഈ പറയുന്ന വിതരണക്കാർക്ക് പണം കൊടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഉപകരണങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. നിലവിലുള്ള ഉപകരണങ്ങൾ വിതരണക്കാർ എടുത്തുകൊണ്ട് പോയാൽ ഒരുപക്ഷെ അത് ഗുരുതരമായിട്ടുള്ള ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കും, രോഗികളെ വലിയ തരത്തിൽ ബാധിക്കും. അതുപോലെ പറയുന്ന കാരുണ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ചികിത്സ തേടുന്ന രോഗികളെ അടക്കം ബാധിക്കും. അപ്പോൾ അങ്ങനെ ബാധിക്കാതിരിക്കാൻ ഉപകരണങ്ങൾ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉപകരണങ്ങൾ ഈ പറയുന്ന ആശുപത്രികളിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇപ്പോൾ വിതരണക്കാർക്ക് പണം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കൂടി ധനവകുപ്പ് കൂടുതൽ പണം കൂടി കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി നൽകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ആരോഗ്യ വകുപ്പിനുണ്ട്. നിലവിൽ എന്തായാലും കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടിയാണ് ധനവകുപ്പ് 250 കോടി അനുവദിച്ചതെങ്കിലും അതിൽ നിന്ന് ഒരു തുക, നിശ്ചിത തുക മാറ്റിവെച്ച് വിതരണക്കാർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നിലവിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ. ആ പ്രതിസന്ധി പരിഹരിച്ചാൽ മാത്രമേ കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും മറ്റുള്ളവർക്കും ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ, സർക്കാരും ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. എന്തായാലും വിതരണക്കാർക്ക് പണം കൊടുക്കും. പിന്നീട് ആവശ്യമെന്നോണം ധനവകുപ്പിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടാനുള്ള ആലോചനയും നിലവിൽ വിതരണക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ തീരുമാനം തന്നെയാണ് കാരുണ്യ ഫണ്ടിൽ നിന്ന്. ഇപ്പോൾ കാരുണ്യ പദ്ധതിക്കായി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തുക അനുവദിച്ചിട്ടുണ്ട്. 250 കോടി രൂപയാണ്. അതിൽ നിന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക അത് പൂർണ്ണമായും അടച്ചു തീർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.